വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യമഹ FZ-V3യുടെ മൈലേജ് വീഡിയോ. ഇത് ഞാൻ റെൻ്റ് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട് വണ്ടി. ആക്ച്വലി ഞാൻ ഈ മൈലേജ് വീഡിയോ ഈ വണ്ടിയുടെ 2 തവണ എടുത്തു. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ ഓടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 to 70 റേഞ്ചിലാണ്, 75 ആ റേഞ്ചിലാണ് എക്കണോമി വരുന്നത്. ആ റേഞ്ചിൽ മൊത്തം ഓടിച്ചിട്ട് ഒരു വീഡിയോ. ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75 to 100 റേഞ്ചിലാണ് മൊത്തം ഓടിച്ചേക്കുന്നത്. എക്കണോമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കുറവാണ്. അങ്ങനെ ഓടിച്ചപ്പോൾ കിട്ടിയ മൈലേജും അതാണ് രണ്ടാമത്തെ വീഡിയോ. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മുടെ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. വണ്ടിയിൽ ഓൾറെഡി പെട്രോൾ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്രോൾ ബങ്കിൽ കയറി 1 ലിറ്ററിൻ്റെ പെട്രോൾ മേടിച്ച് എന്നിട്ട് വണ്ടിയിലുള്ള പെട്രോൾ കാലിയാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമാണ്, നല്ല സൺസെറ്റൊക്കെ. അതുകൊണ്ടൊന്ന് നിർത്താമെന്ന് വിചാരിച്ച്. ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജിലിഘട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് അറൗണ്ട് ഒരു 50 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് യലഹങ്കയിൽ നിന്ന് 50 കിലോമീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ വണ്ടിയുടെ ടാങ്ക് ഒന്ന് തുറന്നു നോക്കി. എന്നിട്ടും വണ്ടിയിൽ ഇപ്പോഴും പെട്രോൾ കിടപ്പുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത് സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പയ്യെ വിട്ട് പോയി എത്ര കിലോമീറ്റർ പോയിട്ടും വണ്ടിയുടെ പെട്രോൾ തീർന്നില്ല. ടാങ്കിനകത്തിൽ എപ്പോഴും പെട്രോൾ കിടപ്പുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലൈറ്റ് പോയി. സൺസെറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റും പോയി. പിന്നെ ഞങ്ങൾ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ച് നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്രോക്സ് ഞങ്ങൾ കണക്കെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50+ എന്തുപോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മൈലേജ്. അത് നമ്മൾ കൂടുതലും റൈഡ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം എക്കണോമിയിലാണ്. എക്കണോമി കീപ്പ് ചെയ്താണ് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 20% ഇങ്ങനെയുള്ള വില്ലേജ് റോഡ്സും 80% ഹൈവേസുമാണ് റൈഡ് ചെയ്തത്. നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ അല്ല, ഒരു ഉച്ച 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ടാങ്കിൽ പെട്രോളുണ്ട് നേരത്തെ പോലെ തന്നെ. അപ്പോൾ അത് പറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ലപോലെ മിസ്സിങ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തി പെട്രോൾ അടിക്കുക എന്നുള്ള ഇതിലാണ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ആദ്യത്തെ അടിയിൽ സ്റ്റാർട്ടായില്ല, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്. പിന്നെ FI വണ്ടിയല്ലേ, നമ്മൾ ഒരുപാട് പുഷ് ചെയ്യുന്നത് മോശമല്ല. അത്യാവശ്യം ടാങ്ക് മൊത്തം വറ്റി കിടക്കുമായിരുന്നു. ഒരു തുള്ളി ഓണാവാനുള്ള പെട്രോൾ ഉണ്ടായിരുന്നു. അത്രയായിരുന്നു. നമ്മൾ കൈ കൊടുക്കുമ്പോൾ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനും പുഷ് ചെയ്തില്ല. ട്രിപ്പ് സെറ്റ് ചെയ്ത് പെട്രോൾ ഒഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു. ഇനിയും ഇത് തീരുമ്പോൾ അടിക്കാനായിട്ട് ബാക്കപ്പ് പെട്രോൾ മേടിക്കണ്ടേ, അതിനായിട്ട് ഞങ്ങൾ പെട്രോൾ ബങ്കിൽ കയറി. നമ്മൾ ഒരുപാട് ദൂരം വന്നു. വണ്ടി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മിസ്സിങ്ങൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ഒതുക്കി പതുക്കിയാണ് പോയിക്കൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല മിസ്സിങ് കാണിച്ച് ഞാൻ വണ്ടി പുതുക്കിയിട്ടുണ്ട്. നിർത്തി എന്നിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഓടി നോക്കാം, എന്നിട്ട് പെട്രോൾ ഒഴിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മൈലേജ്. ഇതിൽ 45 പോലൊക്കെ തോന്നുമെങ്കിലും 40 ആണ് മൈലേജ്. അതാ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആയതുകൊണ്ട് അങ്ങനെയാണ് മിന്നിക്കൊണ്ട്.